മദ്ഹബിന്റെ ഇമാമുകളായി പരിചയപ്പെടുത്തുന്ന ഒരാൾ പോലും താബിഈകളുടെയോ തബഅ താബിഈകളുടെ കൂട്ടത്തിലെ ഒരാൾ പോലും ആഘോഷിച്ചില്ലെന്നു മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പേര് കേൾക്കുമ്പോൾ ലഅനത്ത് ചൊല്ലുന്ന, നാശമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന, അവര് ഇസ്ലാമിൽ വഞ്ചന കാണിച്ചവരാണ് എന്ന് പറയുന്ന ഷിയാക്കളിലെ, ഫാത്തിമിയാക്കളിലെ തീവ്ര വിഭാഗമായ ഉബൈദിയാക്കളാണ് ഈ ആഘോഷം തുടങ്ങിവെച്ചത് എന്ന് വ്യക്തമായ രേഖകൾ പഠിപ്പിച്ചു തരുമ്പോൾ സഹോദരങ്ങളെ, അതിൽ നിന്ന് വിട്ടുനിൽക്കണം വിശ്വാസി. മാത്രമല്ല, എന്നാലും അതൊരു മതത്തിൽപ്പെട്ടതാണ്, നബിയും സ്വഹാബത്തൊന്നും കണ്ടിട്ടില്ലെങ്കിലും എന്നാണ് പറയുന്നതെങ്കിൽ അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. സൂറത്തു ശൂറയുടെ 21-ാമത്തെ ആയത്തിന്റെ ആദ്യ ഭാഗമാണ്. അം ലഹും ശുറകാഉ ശറഉ ലഹു മിനദ്ദീൻ. അതല്ല, അവർക്ക് മതനിയമങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന പങ്കാളികളുണ്ടോ? മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. അല്ലാഹ് അനുവാദം തരാത്ത കാര്യങ്ങളിലൊക്കെ മതനിയമം ഉണ്ടാക്കി കൊടുക്കുന്ന പങ്കാളികൾ അവർക്കുണ്ടോ എന്ന ചോദ്യം, അത് ഗൗരവമുള്ള ചോദ്യമാണ്. അള്ളാഹ് പഠിപ്പിക്കാത്തത് ദീനിലുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാന്റെ കൂടെ ദീനിൽ നിയമം ഉണ്ടാക്കാൻ കഴിയുന്ന വേറെയും ആളുകളുണ്ട് എന്നതാണ് ആ പ്രഖ്യാപനം. അതുകൊണ്ട് ഇത് ബിദ്അത്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.